പടം നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നി? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇപ്പോഴാണ് ആക്ച്വലി സിനിമ കാണുന്നത്. ഡബിന്റെ സമയത്തും ചെറിയ പാച്ചിന്റെ സമയത്തൊക്കെ ഒന്ന് കണ്ടതല്ലാതെ ത്രൂ ഔട്ട് മൂവി ഇപ്പോഴാണ് ഞങ്ങളും കണ്ടത്. ഞങ്ങൾക്ക് സത്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാവും നമ്മുടെ സിനിമ എന്നുള്ളത്. പക്ഷെ ഓരോ കോമഡിക്കും നിങ്ങൾ ചിരിക്കുമ്പോഴും കൈയടിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൻ എന്നുള്ള ഒരു ഡയറക്ടർ, അപ്പൻ എന്നുള്ള സിനിമ ഡയറക്ട് ചെയ്ത ആളുടെ അടുത്തുനിന്നാണ് ഇതുപോലൊരു എന്റർടൈനർ മൂവി വരുന്നത് എന്നുള്ളത് അറിയുമ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. എങ്ങനെയാണ് ആ ഡയറക്ടർ തന്നെ ഇതുപോലത്തെ ഒരു സംഭവം ചെയ്തതെന്നുള്ളത്. സോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. പത്തിലും പോയി കാണണം, ഒന്നുകൂടി പോയി കാണണം. ഫ്രണ്ട്സിനോടൊക്കെ ഫാമിലിയോടൊക്കെ കാണാൻ പറയണം. ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റുന്നൊരു പടമാണ്. അപ്പോൾ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളാണല്ലോ എക്സ്പീരിയൻസ് ഒക്കെ പറയേണ്ടത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കണ്ടോ? പടം കണ്ടോ? താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ വരുന്ന മെയ് 10-നാണ് ഈ 2 ദിവസം കൂടെ ഉള്ളൂ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒരുപാട് ഈ സിനിമയിലുണ്ട്. അപ്പം വേറൊരു ടൈപ്പ് ഓഫ് മേക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ക്യാരക്ടേഴ്സ് പോലെ നമുക്കിതൊരു കാർട്ടൂൺ ക്യാരിക്കേച്ചർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓരോരുത്തരും വന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഭയങ്കര അവരവരുടെ ക്യാരക്ടർ അവരങ്ങനെ പ്ലേസ് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. ഭയങ്കര രസമായിട്ടത് മേക്കിംഗ്. വിഷ്വലി കാണാനാണെങ്കിലും ഭയങ്കര രസമുണ്ട്. ഭയങ്കര രസമാണ്. വിനേട്ടന് കുറച്ച് കയറി നിൽക്കുന്ന മീറ്ററാണ്. പക്ഷെ എന്നാൽ പോലും അത് ആ ക്യാരക്ടറിന് ഭയങ്കര സ്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മജു വീണ്ടും നമുക്ക് പ്രതീക്ഷ വെക്കാവുന്ന. ആക്ച്വലി മജിക്കയുടെ കൂടെ ഞാൻ ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ്. ഞാൻ വിചാരിച്ചു എന്തായിരിക്കും നമുക്ക് അറിയില്ല ഇതിനകത്ത്. പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ കുറച്ചും കൂടെ കൂട്ടിയാണ് എനിക്ക് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിനകത്ത് ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ അതെ, ആ നാട്ടിലേക്ക് നമ്മൾ ചെല്ലുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. ശരിയാണോ പറഞ്ഞത്? കറക്റ്റാണ്. സിനിമ എനിക്ക് ഇഷ്ടമായി. എല്ലാവരും കാണണം. പിന്നീട് ഒക്കെ ആ ഒരു അപ്പിയറൻസ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ സിനിമ വരാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു കാണണം. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കോമഡി ഒക്കെ നല്ല രീതിയിൽ താങ്ക് യു. നല്ല മൂവിയാണ്, അടിപൊളിയാണ്. വിനീത് ചേട്ടൻ എപ്പോഴും ചെയ്യുന്ന പോലെ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്കിൽ നല്ലൊരു ക്യാരക്ടറാണ്. ചേട്ടനും എല്ലാ ക്യാരക്ടേഴ്സ് അടിപൊളി തന്നെ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് മൂവി ചെയ്തത്. ത്രില്ലിംഗ് എല്ലാ ജോണർ ഓഫ് കണ്ടന്റ് ഫിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. നല്ലതാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിട്ടാണ്. അടിപൊളി, ഭയങ്കര പെർഫോമൻസ് ആണ്. പ്രത്യേക നമ്മളെ കുറച്ച് ആളുകളായിട്ട് മിസ് ചെയ്യുന്ന ടൈപ്പ് ഒരു പെർഫോമൻസ് ആണ്. ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നതില് വളരെ ഉറപ്പായിട്ട് ഇതിന് മുന്നിറങ്ങിയ പടങ്ങളാണെങ്കിൽ അതുപോലെ തന്നെയാണ്. ഏതാ ഇതിന് മുന്നിറങ്ങിയ പടങ്ങളാണെങ്കിൽ അതുപോലെ തന്നെയാണ്. അറിയാലോ, ഞാനിപ്പോ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വ്യത്യസ്തമായിട്ടുള്ളൊരു ഫിലിം. അതെ, രസമുള്ള പടമാണ്. എല്ലാവരും പോയി കാണാം. തിയേറ്ററിൽ എല്ലാവരും പോയി കാണാം. ഓക്കെ, ശരി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിനിമയാണ്. നല്ലൊരു സ്റ്റോറി, വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും കാണുന്നവർക്ക്. അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സിനിമ എന്നുള്ളൊരു രീതിയിൽ നോക്കുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു പിക്ചറൈസേഷനും അതുപോലെ കളറിങ്ങും സിനിമാറ്റോഗ്രാഫിയൊക്കെ ആണെന്നുണ്ടെങ്കിലും എഡിറ്റിങ്ങൊക്കെ വെറൈറ്റി ആയിട്ടുള്ളതാണ്. അപ്പം എന്തായാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പറ്റിയ പടമാണ്. വിനയാണ് സിനിമ. ശരിക്കും വിനയുടെ സിനിമ പോലെ വേണം പറയാനായിട്ട്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വിനയുടെ ആ ഒരു വിഗ് നീഷ ഇതൊക്കെ ആണെങ്കിലും ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് അവസാനം ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ദീപ ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. ലുക്മാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓഫ്കോഴ്സ് നമുക്കറിയാം പുള്ളി നന്നായിട്ട് ചെയ്യുന്നു. അതുപോലെ സണ്ണിയുടെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാം ഭയങ്കര സെറ്റിലായിട്ട് നമ്മളിപ്പോൾ കണ്ട കഥകൾ പോലൊരു കഥയല്ല. നമ്മൾ അവസാനം വരെ പ്രെഡിക്റ്റ് ചെയ്യാത്ത പോലെ ചിലതറിയാം. എന്നാലും ഭയങ്കര രസത്തിൽ വന്നിരിക്കുന്ന ഒരു കഥയാണ്. നല്ല സിനിമയാണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. പിന്നെ മ്യൂസിക് ഭയങ്കര രസമായിട്ട്. നല്ല പടം ഭയങ്കര കോമഡിയാണ്. ഭയങ്കര രസമായിട്ട് തോന്നി. ഒരു പ്രത്യേക ഒരു ഗ്രാമം, അവിടുത്തെ കുറെ ക്യാരക്ടേഴ്സും, പ്രത്യേകിച്ച് എനിക്ക് വിനയ് ചേട്ടന്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദീപയെ നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നത്. സണ്ണി ചേട്ടനാണെങ്കിലും എല്ലാവരും ഭയങ്കര രസമായിരുന്നു. വളരെ നല്ല പടമാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. എല്ലാ തരത്തിലും ഒരു ഫീൽ ഗുഡ് പടമാണ് ശരിക്കും പറഞ്ഞത്. കോമഡിയൊക്കെ എടുത്തു പറയേണ്ടതാണ്. നല്ലോണം വർക്ക്ഔട്ട് ആയ ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കാസ്റ്റിംഗ് ആണ്. ലൈക്ക് വിനയ് ഫോർട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സണ്ണി വെയിനും അതേപോലെ ലുക്മാനും ദീപയും പിന്നെ മജുക്കയുടെ ഡയറക്ഷൻ എല്ലാം വളരെ നന്നായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യണം.